രാവിലെ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. അതൊക്കെ ഒന്ന് ഉപ്പിട്ട് കലക്കിയതിന് ശേഷം പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം അപ്പുറത്ത് ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ദോശയ്ക്ക് ചമ്മന്തി അരച്ചായിരുന്നു. അപ്പം ദോശയും ചമ്മന്തി ആക്കാതെ ഇന്ന് വെച്ചു. അപ്പം ചമ്മന്തിക്ക് ഇനി ഒന്ന് കടുകൂടെ വറുത്ത് ചേർക്കണം. അപ്പം ചമ്മന്തിക്ക് കടുകും വറുത്തു. അപ്പം ഞാനിനി ദോശയൊക്കെ കൊടുക്കട്ടെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ ചായയും കൂടെ എടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. ഒരു 2 കിലോയോളം ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ നന്നായി കഴുകി എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്ത് അതൊന്ന് നന്നായി ഒന്ന് വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കട്ടെ, ഉപ്പി പറ്റിച്ചെടുക്കട്ടെ. ഒട്ടും വെള്ളം ചേർക്കട്ടെ, കാരണം ഇതിൽ ഭയങ്കര വെള്ളമുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത്രയും വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി, അത്രയും ഇഞ്ചി, 2 ടൊമാറ്റോ, ഒരു 6-7 സവാള. ആ സവാളയ്ക്കൊന്ന് കീറിയിട്ടത് കൊണ്ട് അങ്ങ് ഒത്തിരിയായിട്ട് അങ്ങ് തോന്നുന്നത്. അതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കും, അതൊന്ന് വാടി കിട്ടാനായിട്ട്. പിന്നെ തുറന്ന് ഇളക്കി കൊടുക്കും. 1 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇട്ടാൽ വേവിച്ച്, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി, ഒരു 2 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടി. ഇത് ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ആ മസാലയ്ക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഞാൻ ആ മസാല അടച്ചും കൊടുത്ത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി. അതിനുശേഷം വെന്ത ബീഫ് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇച്ചിരി നേരം ഞാനിങ്ങനെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ റെഡ് കളറല്ല, കാരണം ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന് പണി ആയതുകൊണ്ട് അവിടെ വെളിയിൽ ആ ജനലിൻ്റെ അവിടെ നെറ്റ് അടിച്ചിട്ടിട്ടുണ്ട് ഗ്രീൻ കളറിൽ. എനിക്കൊന്ന് അതിൻ്റെ കളർ കൊണ്ടാണ് ഇങ്ങനെ. ഇതൊരു ബ്രൗൺ, ഇത്തിരി ഒരു ബ്ലാക്ക് കളർ പോലെ, ഒരു ബ്രൗൺ കളർ പോലെ വന്നേക്കുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് എനിക്ക് നാരങ്ങയും ഈന്തപ്പഴം കൂടെയുള്ള അച്ചാർ ഇടണമായിരുന്നു. എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ അല്ല, എൻ്റെ മെയിൻ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പം ഇന്നലെ കാണിച്ചതായിരുന്നു ആ നേരത്തെ കണ്ടത്, ഇന്നലെ ഉണ്ടാക്കിയ സമയത്ത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെങ്കിൽ നന്നായിട്ട് താണ്ട് ഇതിപ്പം സെറ്റായിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.